അതെ ഞാനൊന്ന് പവിയുടെ പുറത്തൊക്കെ പോയിട്ടരാവേ. എവിടെ പോണു നീ? ചുമ്മാ ബൈക്ക് ഇങ്ങനെ ചുറ്റിട്ടരാ. ബീച്ചല്ലേ, പാർക്ക്, അതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. എന്നെ കൊണ്ടുപോയി തരുവേ? എവിടെ ഇരിക്കും? ടാങ്കിലിരിക്കോ അതോ ഞങ്ങളുടെ നടുക്കിരിക്കോ? അളിയാ നമുക്ക് എവിടെയെങ്കിലും പോവാം. ഇവിടെ മനുഷ്യന് വിശന്നിട്ട് കണ്ണുണ്ടോ? അപ്പോഴാണ് എവിടെയെങ്കിലും പോകുന്നത്. പോയി എണീറ്റ് കളിയാ. അതെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിരിക്കും. ഞാൻ പോയി അലക്കട്ടെ, കുറച്ച് അലക്കാനുണ്ട്. എടി ഈ പരിപാടി ഒന്ന് നിർത്തിക്കൂടെ? ഈ കൂന് കൂട്ടി വെച്ചിട്ട് ഒരാഴ്ച കൊണ്ട് അലക്കണത്. ഇടി അന്നത്തോളം അന്നു നൽകിയാൽ ഈ കഷ്ടപ്പാടിന്റെ ആവശ്യമില്ല. ഇടി അലക്കുന്ന എനിക്ക് അലർജി നിനക്ക് അറിയാൻ പാടില്ല. കാശ് ഉണ്ടായിരുന്ന പുറത്തു കൊടുക്കായിരുന്നു. പിന്നെ അലക്കണ്ട നീ. അലക്കാരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ അലക്കി കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് എനിക്ക് അലക്കണ്ട. ഞാൻ പോയിട്ട് വരാം. നീ എവിടെ പോണു? അലക്കാൻ പോണടേ. പോ. ഞാനും പോയിട്ട്. അളിയാ എനിക്ക് വിശക്കുന്ന അളിയാ. എടി ഇപ്പൊ ഭക്ഷണം കഴിച്ചല്ലേ ഉള്ളൂ നമ്മള്. എടി അത് നൈസ് ദോശയില്ല, എനിക്ക് വിശക്കാത്തോണ്ട് ഞാൻ ഒരെണ്ണേ കഴിച്ചുള്ളൂ. എന്നാ പിന്നെ ഞാൻ ആ വാങ്ങിച്ച ബിസ്ക്കറ്റ് കഴിക്കല്ലേ. അതൊക്കെ എപ്പോഴേ അതൊന്നും നിർത്താ. എന്നാ നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ പോണു. പവി വെയിറ്റ് ചെയ്യോ? ഒരു കാര്യം ചെയ്യേ, വിശക്കുന്നുണ്ടോ? കുറച്ച് പച്ചവെള്ളം എടുത്ത് കുടിച്ചു പോളിയാ. അളിയാ നിനക്കുണ്ടല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വികാരം എന്തെന്നറിയോ? പോവണേ, ഞാനും പറയത്തില്ല. അതല്ല, ഏറ്റവും വലിയ വികാരം വിശപ്പാണ്. നമുക്ക് വേറെ ഏത് ഇമോഷൻസും കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ? ഈ ഇടയ്ക്ക് റീൽ ഇറങ്ങിയില്ലേ, വിശ എന്നിട്ട് ഒരുത്ത മണ്ണ് വരി തിന്നണം. നീ കണ്ടില്ലേ അത്? ഓടി കണ്ടുടി. അത് കഴിഞ്ഞ പിന്നെ എന്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ ഒരു ചോറ് പോലും ഇപ്പൊ ഞാൻ വേസ്റ്റ് ആക്കൂല. അളിയാ നീ ഷായത് വിട്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പ്ലേറ്റിൽ വാഴക്കപ്പൊക്കെ വെച്ച് അതിന്റെ സൈഡിൽ കുറച്ച് ബീഫൊക്കെ വെച്ച് രണ്ടും കൂടെ ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ എടുത്ത് വയലിട്ടിട്ട് എന്നെ കൂടെ പറഞ്ഞു കൊതിപ്പിക്കുക. അളി എന്തൊരു കാര്യം ചെയ്യും, അവള് റൂമിൽ പോയിട്ടെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ എടുത്തിട്ട് വളയാ. ശരി, ഇത് രണ്ടാമത് എന്തുവാ? കാല് അല്ലേ, പോയി നടന്നു പോയി വാങ്ങിച്ചു. എന്റെ അളിയ ഞാൻ ഇന്നലെ കുറെ തെണ്ടിയത്. അവള് എനിക്ക് മറ്റേ കപ്പ ബിസ്ക്കറ്റ് ഇല്ലേ, കപ്പ മറ്റേ ചിപ്സ് ഇല്ലേ, അതും ബിസ്ക്കറ്റൊക്കെ തന്നളി. ഇനി ഞാൻ പോയി ചോദിച്ചാൽ അവളുമാരെ ഓട്ടിക്കോളെ. നീ പോയി ചോദിച്ചിട്ട് അവളെ പ്ലീസ്. പോവാ, പക്ഷെ കിട്ടുന്നതിന്റെ പകുതി എനിക്ക്. ഓ തരാടേ എന്റെ പൊന്നോ. എന്ത് കിട്ടിയാലും നേർ പകുതി എനിക്ക് തരാന്ന്. എന്നാ പോയി ചോദിച്ചിട്ട് വരാം. പെട്ടെന്ന് വാ. മറ്റേ കബോർഡിന്റെ ഇടയിൽ എന്തെങ്കിലും കാണും, ഒളിപ്പിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് പറഞ്ഞേ. എടി എന്താടി? ഞാൻ നിന്റെ അടുത്ത് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്ത് പറഞ്ഞ ഓർമ്മയുണ്ടോ? അടിപൊളി കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? അത് തന്നെ. ഇന്നലെ ഞാന് അവരുടെ അവിടെ ഞാനൊരു കുർത്ത കണ്ടടി. സൂപ്പർ കുർത്തയായിരുന്നു. ഭയങ്കര ഭയങ്കര സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഒരു സൂപ്പർ സാധനം. ഞാൻ ഫോട്ടോ എടുത്ത് അപ്പുന്നത്. ഞാൻ ഇന്നലെ എടുത്തതാടി ആ ഫോട്ടോ. ഇതാ സാധനം. അടിപൊളി മോളെ, അടിപൊളി. എത്രയാണ് ഇട്ടേക്കുന്ന ബോർഡ് 3500 രൂപയാണ്. 3000-3000 ഉണ്ടേ ഇത് സാധനം സെറ്റാ. അതാ ഞാൻ പറഞ്ഞ പൊളി സാധനം. എനിക്കും കൂടെ ഇടാൻ തരണേ. എന്തായാലും എനിക്ക് പൈസ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഈ സാധനം വാങ്ങിക്കാൻ എന്നെ ചെയ്യും. വാങ്ങിക്കുമ്പോ എനിക്ക് ഇടാൻ തന്നാ മതി. വേണ്ടേ? എന്തുവാടി വാങ്ങിക്കാൻ പോണേ? അതൊരു കുർത്ത വാങ്ങിക്കുന്ന എന്താ കഴിക്കാൻ എന്തെല്ലാം കഴിക്കാൻ? ഞാൻ അടുക്കളയിലെ പാചകക്കാരി അല്ല. നീ അടുക്കള അല്ല അടിഞ്ഞ തമാശ. എനിക്കും അറിയാം നീ പാചകക്കാരി അല്ലാന്ന്. നിങ്ങൾ എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചു വെച്ചിട്ടോന്നാ ചോദിച്ചത്. നല്ല ബോംബെ മിച്ചർ ഇരിപ്പുണ്ട്, എടുത്തു കൊടുക്കും. ബോംബെ മിച്ചറോ? അത് ഇന്നലെ ഞാൻ തീർത്ത് പക്കോട ഇരിപ്പുണ്ട്. മിച്ചറെങ്കിൽ മിച്ചറിനകത്താണോ? ഞാൻ എടുത്തുതരാം. വിട് പോ. അതെ, മുറുക്കിന്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് പാളയംകോടൻ പഴം എന്ന് കേട്ടായിരുന്നു. പഴം ട്രോയ്ക്കത്തിരിക്കണ കണ്ടല്ലേ എടുത്തിട്ട് പോ. ഞാൻ എടുത്തോളാം, ബുദ്ധിമുട്ടണ്ട. കുറച്ചെടുത്താ ഞങ്ങക്ക് പറയില്ല. അല്ല, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ സേവ് ചെയ്ത് വെക്കാം. അവിടെ ഇവിടെ ഇരുന്നാൽ ചിലപ്പോൾ തീർന്നു പോയാലോ. ഒരെണ്ണം എനിക്കും വേണമായിരുന്നു. ഒരു പഴം തരാം. അതെങ്കിലും മിച്ചമുണ്ട്, അല്ലെങ്കിൽ കിട്ടൂല. സത്യം തിന്ന് ഈ റൂമിൽ നിറച്ച് ആക്കിട്ടാ. ആകപ്പാടുണ്ടാകുന്ന സ്നാക്സ് ആണ് കാര്യം. ഒരുമാതിരി മറ്റേ സ്വഭാവം കാണിക്കില്ല അളിയാ. ഞാൻ എത്ര നേരം പറഞ്ഞു വിശക്കണത് ഞാനല്ലേ പറഞ്ഞെടുത്തോണ്ട് വരെ. അളിയാ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെ ഒന്ന് നോക്കി എടി, ഗുണനിലവാരമൊക്കെ ഉറപ്പറിഞ്ഞിട്ട് താഴോട്ട് കൊണ്ടുവരാൻ. നിങ്ങൾ കഴിക്കുന്നൊക്കെ കൊള്ള. ഇവിടെ എങ്ങനെ തുള്ളി വീണിട്ട് സ്വഭാവം മാറും പറഞ്ഞേക്കാം. എന്തോ ഇവിടെ എങ്ങാനും വീണ എന്റെ സ്വഭാവം മാറുന്നു. എന്നിട്ട് പാടി നമുക്ക് പാടി. എന്നിട്ട് ഞങ്ങൾ ഇവിടെ പെറ്റടക്കല്ല വന്നത്. അല്ല
ഞങ്ങളുടെ മുറി ഞങ്ങളെ വിളിച്ചു വരുത്തിയതുമല്ല, വന്ന് കയറി സ്നാക്സ് വേണം, സ്നാക്സ് ഞങ്ങളുടെ മുറിയുടെ ഡയലോഗ് വേണമെങ്കിൽ പൊടിയുടെ രണ്ടെണ്ണോ വേണ്ടെങ്കിൽ വെച്ചിട്ട് പോകാൻ ഇഷ്ടം. അളിയ എന്നിട്ടല്ലേ അളിയ എന്നാടി പഴം വിഴുങ്ങി എടി ചുമ്മാ എടി അത് കൊണ്ടുപോയി കഴിക്കാൻ നിനക്ക് ഉറപ്പുണ്ട്. അല്ല ഒന്നും ഇങ്ങനെ ഞങ്ങൾ പോണം. വാ വന്ന് കേറി പോട്ടെടി പഴങ്ങളെ. അസത്തോട് വന്ന് കേറി ഉണ്ടാക്കി സ്നാക്സ് എടുത്തോണ്ട് പോയി ഇവിടെ പഴം ഉണ്ടാക്കാം. ഒരു പഴം ബാക്കിയുണ്ട്, അങ്ങനെ തിന്നാ മതി. വിശിച്ചല്ലേ പഴങ്ങളെന്ന് മാതിരി. ആ മാഡം ഇല്ല, മോട്ടർ നോക്കാം. ഇല്ല വന്നില്ല മോട്ടർ ഒന്നാക്കാൻ വന്നില്ല. ഓ ആ ഞാൻ വിളിക്കാം. മാഡം എവിടെ ഇരിക്കണേ? ആ ആ ആ ആ ശരി 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 ശരി. ഓ കുഴപ്പമില്ല പതുക്കെ വന്നാൽ മതി. ഓ ശരി മാഡം. അമ്മാവാ ആ പൈപ്പില് വെള്ളമില്ലല്ലോ. ആ അതെ, താഴത്തെ പൈപ്പ് ഭയങ്കര ലീക്ക്, അതുകൊണ്ട് ഞാൻ എൻ്റെ മെയിൻ വാൽവ് മാറ്റി നിർത്തി വെച്ചിരിക്കുകയാണ്. വെറുതെ അല്ല, ഞാൻ അലക്കാൻ വേണ്ടി തുണി മുക്കിട്ടേക്കുമായിരുന്നു. ആണോ? അത് കുഴപ്പമില്ല മോളെ, അപ്പുറത്തെ വാൽവ് ഒന്ന് തുറന്നാൽ മതി. എന്താ ഉണ്ടാക്കുന്നത്? ഇന്ന് ചിക്കനിൽ പിടിക്കാമെന്ന് വിചാരിക്കുന്നു. ആണോ? വാങ്ങിച്ചോ, ചിക്കൻ വാങ്ങിച്ചോ. ഓ ലുക്ക് ഇവിടെ പോയി. ബുക്കു മാഡത്തിൻ്റെ കൂടെ സൂപ്പർ മാർക്കറ്റ് ഇരിക്കുന്നു. ആ ശരി, തുറക്കട്ടെ എന്നാ. ആ ഓ മാവോ എന്ത്? സുലൈമാൻ ഉണ്ടാക്കാറിയോ? എന്തോന്നു? സുലൈമാൻ ഒരു പാചകക്കാരനെ നാണം കെടുത്തുന്നു. സുലൈമാൻ ഉണ്ടാക്കാൻ അറിയാമെന്നോ? അറിയോ? എന്നാ എനിക്കൊന്നും ഉണ്ടാക്കി തരുമോ? അയ്യോ എടുത്തോ. ഉണ്ടാക്കി തരായിരുന്നു. സാധനങ്ങളൊന്നും ഇല്ല മോളെ. അതെ, മാഡം സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുകയാണ്, വരുമ്പോൾ കൊണ്ടുവരും, അപ്പോൾ ഉണ്ടാക്കി തരാം. ഒന്നും ഉണ്ടാക്കി തന്നെ അമ്മാവ. ഞാനാണെങ്കിൽ ഇത് കഴിച്ചിട്ടേ ഇല്ല. ഇവള് പറഞ്ഞ അടിപൊളിയാന്ന് സുലൈമാനി കഴിക്കാൻ. പിന്നെ സുലൈമാനെ സൂപ്പർ അല്ലേ? അതെങ്ങനെ വെച്ചാൽ ഈ പാലും പഞ്ചസാരയും നെയ്യും ഏലക്കയും കൂടിയിട്ട് ഇങ്ങനെ കുഴഞ്ഞു പറഞ്ഞ ഒരു പരിവുണ്ട്. മണം അടിച്ചാൽ തന്നെ സൂപ്പർ സാധനമാണ്. അല്ലെ എന്തൊക്കെ പാലും പാലും പഞ്ചസാരയും നെയ്യും എല്ലാം കൂടി ഇട്ടിട്ടേ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ആക്കി നല്ല മണം വരും. സുലൈമാനി പാലും പഞ്ചസാരയിട്ട് ഇളക്കിയിട്ട് എടുക്കണ സുലൈമാനി അല്ലേ? ഷെഫ് എന്റെ പൊന്നമ്മ വന്ന് സുലൈമാനി സുലൈമാനി നടന്നത് മറ്റേ കട്ടൻ ചായ ഇല്ലേ, അതിനകത്ത് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ മറ്റേ മല്ലിയില മറ്റേ പുതിനയില ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇട്ടുണ്ടാക്കുന്ന സാധനം സുലൈമാനി. അപ്പൊ പിന്നെ മറ്റേത് അത് പല പായസം വലുതായിരിക്കും. സുലൈമാനി അത് മാത്രല്ല, സുലൈമാനി കുടിച്ചാലേ മുഹബത്ത് വരും. എന്തിനു വന്നാലും ശരിയാണ്, നമ്മളെ നാട്ടിൽ ഇതിനെയാണ് സുലൈമാനി എന്ന് പറയണത്. ഓ കയ്യിൽ നിന്ന് പോയി ഇനി കിടന്ന് പറയാത്ത ഷെഫ് ഒരു ഷെഫ് കിട്ടുവോ? സുലൈമാനി സത്യമായിട്ട് അമ്മാൻ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ, ചുമ്മാ ഇത് തള്ളണതാണ്. ഒരു സാധനം ഞാൻ ഉണ്ടാക്കി തരും. സംഭവം ഇതല്ലേ? പാലും പഞ്ചസാരയും അല്ലേ മറ്റത്? നേരത്തെ പറഞ്ഞ പോലെ കയ്യിൽ നിന്ന് പോയി അമ്മാവാ, പോയി പിള്ളേരെ അങ്ങോട്ട് ഇതൊക്കെ കൊണ്ട് നമുക്ക് അതൊക്കെ തിന്ന് തൊണ്ടേ കൂടും. ഇത് രണ്ടുകൂടെ ഒന്ന് കോമ്പിനേഷൻ ആയിട്ട് അടിച്ചു വയ്ക്കും, സൂപ്പറാ. ഇത് എന്റെ റൂമിലിരുന്നല്ലേ? ഞങ്ങള് എനിക്ക് ജന എടുത്തു തന്നാ. ഓവളാള് കൊള്ളാലോ. എടി പഴം എല്ലാം തീർത്തോ? ഇല്ല, മോശം പോവാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്നാണ്. മോശം പോവോ? അതെ, 2 ദിവസമാണ് ഇനി മരിക്കുന്ന മോശം പോയിട്ട്. അതെ, മതി കഴിച്ചു കേട്ടോ. അല്ലെ കുറച്ചും കൂടെ തന്നിട്ട് പോ. കാശ് കൊടുത്ത് മേടിച്ചൂടെ? എന്റെ റൂമിൽ എടുക്കുന്നത് കബോർഡ് വെച്ചോ, ഞങ്ങൾ എടുക്കത്തില്ല. പിന്നെ എന്റെ പർപ്പിൾ കളറിലുള്ള ടീഷർട്ട് കണ്ടോ? ഞാൻ തന്നില്ല. ഇവിടെ ഉണ്ട്, അവിടെ ഒന്നും ഇല്ലല്ലോ. നീ എങ്ങോട്ട് പോവാ? എനിക്കൊരു പ്രസ് മീറ്റിംഗ് ഉണ്ട്. പ്രസ് മീറ്റിംഗ് എവിടെ? ഇവിടെ തന്നെ അടുത്ത് തന്നെയാ. ഞാൻ ഫ്രീ ആയിരിക്കില്ലടാ. ഒരങ്ങനെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പൊ റെഡി ആയിക്കോ. ശരി, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ തിന്നാൻ. അതെ, ഓസിന് കിട്ടുമ്പോ ചായയും ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കും. കിട്ടും. എവിടെയാ പോയി? പോ. സമയം കളയണ്ട, സമയത്ത് എന്നിട്ട് സ്നാക്സും ചായയും മിസ്സാവും. പിന്നെ അങ്ങനല്ലേ വരൂ. ചരുമത്തേ
നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇത്? ഇഷ്ടപ്പെട്ട കളർ ഏതാന്നാ? അപ്പൊ നിനക്ക് ഇതുവരെ അറിഞ്ഞൂടെ? ബാക്കി നിന്റെ ഇഷ്ടങ്ങളൊക്കെ എനിക്കറിയാം, കളർ ഒഴിച്ച്. എന്തൊക്കെ അറിയാം? നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എനിക്ക് എന്തോന്നറിയാം, നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എനിക്ക് എന്തോന്നറിയാം, നിനക്ക് ഇഷ്ടപ്പെട്ട ആക്ടറിനെ എനിക്കറിയാം. എന്നാ പറ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ഇത്ര സമയം വേണോ ആലോചിക്കാൻ? ചിക്കൻ ഫ്രൈഡ് റൈസ്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? സ്വിറ്റ്സർലാൻഡ്. യെസ്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാ? അവികാന്ത്. വേറെ ആരെ? നോ നോ നോ, ആ നീയല്ല, തെറ്റിപ്പോയി, നീയല്ല. ഞാനല്ലേ? ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞ നീ ശ്രദ്ധിച്ചില്ല. എടാ, ഈ ലോകത്തെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ഞാനല്ലേ? അല്ലടാ. പിന്നെ ആരെ? അങ്ങനെ ഒരാളുണ്ട്. അതാര്? അതൊന്നും നിന്റെ അടുത്ത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. അതാരത്? അങ്ങനെ ഒരാളുണ്ടടാ. ഏതാള്? നിന്റെ അടുത്താണ് ചോദിച്ചായിരുന്നു. കണ്ടുപിടിക്കും മോനെ. അതാരിത്? ഞാൻ അറിയാത്ത ആര്? ടെൻഷനായ ആരെന്ന് പറ. നീ കണ്ടുപിടിക്കും. കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. ആരെന്ന് പറ. അതിനല്ലേ ബോയ് ഫ്രണ്ട്സ് ഉള്ളത്. ബോയ് ഫ്രണ്ട്സ്? എന്തിന് ബോയ്? ഐ മീൻ ബോയ് ഫ്രണ്ട് ആയിട്ട് നീ നടക്കുന്നത്. ആരെന്ന് പറ. അതൊക്കെ കണ്ടുപിടിച്ചാ പറ്റും. കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, പറ. ചുമ്മാ എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറഞ്ഞാണ്. അച്ഛനും കൊച്ചിന്റെ ദേഷ്യം ഇവിടെ ഇരിക്കുന്നില്ല, പറ. പറ 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 പറ. ആരെന്ന് പറ. പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിലോ? ആരെന്ന് പറ. അത് തന്നെയാണ് ആള്. ഒരു പെണ്ണിനെ കൂടെ കൊണ്ടുകിടന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ട് ഇപ്പൊ വേർത്തേം കൊണ്ട് നീ പാർക്കിൽ വന്നിരിക്കണല്ലേ? അയ്യോ ചേട്ടാ ആള് മാറിയതാട്ടോ. ആർക്ക്? എനിക്കാ മോളെ? ഇവൻ തന്നെയല്ലേ? അതെ. വർഷ താൻ. ഓ, അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ടല്ലേ? പവി ആരാ? ഇത് വർഷ, എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട്. അത്ര ബന്ധമേ ഉള്ളൂ നമ്മൾ തമ്മില്. പിന്നെ എന്റെ പുറകെ നടന്ന് എന്റെ ഇഷ്ടം പിടിച്ച് പറ്റിട്ട് നിനക്ക് എങ്ങനെ തോന്നി എന്നോട് ഇത് ചെയ്യാനായിട്ട്? പവി, ഇതാരത്? എന്താ സംഭവം? എനിക്കൊന്നും മനസ്സിലാവണല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും അറിഞ്ഞൂടെ? എടാ, ഇനി നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. മിണ്ടിയ അടിച്ച് നിന്റെ കവാലം പൊട്ടിക്കും ഞാൻ. ചേട്ടാ, പവി അങ്ങനത്തെ ഒരാളൊന്നും അല്ലട്ടോ. നീ ആരാ? ഞാൻ ചാരു. അതല്ല ചോദിച്ചേ, ഇവന്റെ ആരാ? അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല വർഷ. നീ ഞാനുമായിട്ട് വേറെ ഒരു ബന്ധവും ഇല്ല. വേറെ ബന്ധമൊന്നും ഇല്ലല്ലേ? എന്ത് ബന്ധമാണുള്ളത്? ആകെ 2 പ്രാവശ്യം എന്തോ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ട്രിപ്പിന് പോയപ്പോ റോഷന്റെ കൂടെ, പിന്നെ വേറൊരു സ്ഥലത്ത് വെച്ചു. അത്രേ ഉള്ളൂ. നിങ്ങൾ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടോ? എടി, ട്രിപ്പിന് പോയെന്ന് പറഞ്ഞാൽ റോഷന്റെ കൂടെ വന്നിട്ടുണ്ട്. ട്രിപ്പിന് പോയ സമയത്ത് റോഷന്റെ ഫ്രണ്ടാണെന്ന്. ചാരു, നീ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. ഇവൻ ഓരോ തരം പോലെ മാറ്റി മറിച്ചും പറയാൻ ഇവ മിടുക്കനാണ്. എന്നെ പറ്റിച്ച പോലെ നിന്നെ പറ്റിക്കും. അതുകൊണ്ട് നീ ഇപ്പൊ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോ. എനിക്ക് തലയ്ക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചുമ്മാ നീ വന്നേ ചാരു, ചുമ്മാ ആവശ്യമില്ലാതെ. ആവശ്യമുണ്ട്. ഇതിനൊരു തീരുമാനമായിട്ട് ഇവ ഇവിടുന്ന് പോയാൽ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? ഒന്ന് പറയോ? എന്റെ പൊന്നി ആരും ഒരു കുന്തോ ഇല്ല. നീ സമാനപ്പെടും. ചാരു, ഇവൻ പഠിച്ച കള്ളന. ഞാനും ഇവനും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. കുറച്ച് നാള് ലിവിങ് ടുഗദർ. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് മുങ്ങിയതാ ഇവൻ. കള്ളം പറയില്ലടാ. സത്യമാണ് ചാരു, ഞാൻ 3 മാസം പ്രഗ്നന്റ് ആണ്. ഞാൻ അറിഞ്ഞ കാര്യം പോലല്ലെന്ന്. സത്യമാണ്. എടാ, ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് കള്ളം പറയൂടാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ റോഷനെ വിളിക്കാം. റോഷനെ വിളിച്ചിപ്പോ കേൾപ്പിച്ചു തരാം. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം. നീ പറഞ്ഞതൊക്കെ സത്യമല്ലേ? അതെ. ഹലോ, എടാ പിന്നെ നിന്റെ മറ്റേ ഫ്രണ്ടില്ലേ വർഷ? നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയടാ. നീ എന്താ പറയണത്? എടേ, ഹലോ ഹലോ, ചുമ്മാ വെറുതെ കളയോടെ അടിക്കുന്നത്. മനസ്സിലായി. ഓക്കെ, മോക്കിപ്പോ കാര്യങ്ങളെല്ലാം പിടികിട്ടിയല്ലോ. ഇനിയിപ്പോ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പോ പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്. ഇവരെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവർ പറയിപ്പിച്ചോളും ബാക്കി കാര്യങ്ങൾ. ഇനി ഒരു പെണ്ണിനെയും ചതിക്കാൻ വേണ്ടിയിട്ട് ഞാനും അനുവദിക്കില്ല, പോലീസുകാരും അനുവദിക്കില്ല. നീ വാടാ. അവനെ കൊണ്ടുപോലോ പ്ലീസ് പ്ലീസ്. ചേട്ടനും കുട്ടിയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവനെ വിശ്വാസമുണ്ട്. ഞങ്ങളും ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് അത്യാവശ്യം ഒരുപാട് നാളായി. പക്ഷെ ഇന്നേ വരെ എന്നെ അവൻ മോശമായിട്ടൊന്നും കണ്ടിട്ടോ നോക്കിയിട്ടോ അങ്ങനെ ഒന്നുമില്ല. എന്തിന് വേറൊരു പെങ്കൊച്ചിനെ പോലും അവൻ വേണ്ടാത്ത രീതിയിലൊന്നും നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല ഇത്.
എനിക്ക് പവിനെ വിശ്വാസമാ. സോറിടാ മോനെ. ചാരു കൺഗ്രാറ്റ്സ്. എൻ്റെ പേര് വർഷ. വർഷ വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു. റോഷനാണ് പവിയെ പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞിരുന്നത്. ദേ ഞങ്ങളുടെ ക്യാമറ അവിടെ ഉണ്ട്. ഇത് പ്രാങ്കാന്ന് ആക്ച്വലി എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. ഞാൻ പേടിച്ചു. പവി, യു ആർ സോ ലക്കി. ഇതുപോലെ ഒരു പാർട്ട്ണറെ കിട്ടിയതിൽ നിങ്ങൾ എന്തായാലും ലക്കിയാണ്. കാരണം എന്തൊക്കെ പറഞ്ഞിട്ടും ഇതുവരെയ്ക്കും ഒന്നും വിശ്വസിച്ചില്ലല്ലോ. എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി വർഷ വ്ളോഗ്സിൻ്റെ ഒരു ചെറിയ സമ്മാനമുണ്ട്. അയ്യോ അതിനെ ഞാൻ പേടിച്ചു. നീ എന്തിനു ദേഷ്യപ്പെട്ടത്? നീ എന്തിനു ദേഷ്യം കാണിക്കുന്ന? പ്രാങ്കാണെന്ന് പറഞ്ഞില്ലേ അവര്? ആ പെങ്കൊച്ചുണ്ട് അതും ഇതും പറഞ്ഞപ്പോ നീ എന്തിനാ ചുമ്മാ പേടിച്ചത്? അപ്പൊ ഇത് ആരായാലും പേടിച്ചു. ഒരു പെങ്കൊച്ചു വന്ന് അങ്ങനെയൊക്കെ പറയുമ്പോ ആരായാലും പേടിച്ചു പോകില്ലേ? പിന്നെ അതുമല്ല നീ എന്നെ ഇട്ടിട്ട് പോകുന്നു പേടിച്ചു. ഓ, നീ എന്നെ പറ്റി അങ്ങനെയൊക്കെ അല്ലേ വിചാരിച്ചത്? എടാ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ വിട്ടിട്ട് പോകുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒന്നും പറയാൻ പറ്റൂല, അതുകൊണ്ടാണ്. എന്നാ നീ ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കിക്കോ. എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ വിട്ടിട്ട് പോകാൻ പോണില്ല. ബിക്കോസ് യു ആർ മൈൻ. കല്യാണം കഴിക്കാം ഇപ്പോഴോ? പോടാ. സീരിയസ്ലി?